അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സെയ്ദിൽ ബി ചെർപ്പളശ്ശേരിയാണ്. പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്ന മുതൽ ഒരു ഒന്നൊന്നര മുതലാണ്. ഒന്നൊന്നര മുതൽ പറഞ്ഞാൽ 11 സെന്റ് സ്ഥലവും നല്ല പ്രൗഢിയുള്ള, നല്ല പുതുക്കി പണിത, നല്ല അലങ്കാരമുള്ള, നല്ല വൃത്തിയുള്ള, നല്ല ഇരുമ്പിന്റെ കഴുക്കോല് പട്ടിക എല്ലാം ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീട്. 2-3 റൂമുകൾ, അതുപോലെ തന്നെ ടൈൽസ് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. എവിടെയെന്ന് അറിയാം? ഇതാണ് അറിയേണ്ടത്. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അനങ്ങനടി അടുത്ത് നമ്മുടെ എക്കോ ടൂറിസം കിഴൂർ റോഡ്, എക്കോ ടൂറിസത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന വീടാണ് കേട്ടോ. ഒരു 700 മീറ്റർ മാത്രമാണ് ടൂറിസ്റ്റ് എഴുന്നള്ളിക്കുള്ള ദൂരം. അവിടെ നമുക്ക് ചിൽഡ്രൻസ് പാർക്ക് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. നിങ്ങൾ കണ്ടു കഴിഞ്ഞു അല്ലേ? ആ ഭാഗത്ത് നിന്ന് വെറും 700 മീറ്റർ ആണ്. മാത്രമല്ല ഇതിന്റെ തൊട്ട എന്ന് പറഞ്ഞാൽ ബസ് റൂട്ട് 150 മീറ്റർ ആണ് ബസ് റൂട്ട് കേട്ടോ. മെയിൻ ബസ് റൂട്ട് 1.5 കിലോമീറ്റർ, ഒറ്റപ്പാലം ചെപ്പശ്ശേരി ബസ് റൂട്ട്. അപ്പൊ ഇൻഷാല്ലാ അത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം. ഇതിന്റെ വില ആദ്യം തന്നെ പറയാം കേട്ടോ. വെറും 12,50,000 റുപ്യ. 12,50,000 റുപ്യാണ് ഇതിന്റെ വില. നെഗോഷ്യബിൾ അല്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇതാണ് നമ്മൾ അമ്പലപ്പാറന്ന് ചെർപ്പളശ്ശേരിക്ക് വരുന്ന റോഡ്. ഇതാണ് അനങ്ങമല എക്കോ ടൂറിസം. ടൂറിസം എവിടെയെന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ ആ ഭാഗത്തായിരുന്നു പള്ളി കേട്ടോ. അപ്പൊ നമുക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാൻ സമയം കളയണ്ടായെന്ന് വിചാരിച്ചാൽ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം, നല്ല ടൂറിസ്റ്റ് ഏരിയ. ഇവിടെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ മഴ മുകളിൽ ഇവിടെയാണ് നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള ചിൽഡ്രൻസ് പാർക്ക് കാര്യങ്ങളൊക്കെ ഈ മുകളിലാണ്, ഈ ഭാഗത്ത്. ഇതിങ്ങനെ കഴിഞ്ഞാൽ അപ്പോ ആളുകൾ ഇങ്ങനെ ജനം തിരക്ക് വരുന്നുള്ളൂ കേട്ടോ. ഇവിടെ അതിന് മുമ്പ് തന്നെ നമ്മൾ വീഡിയോ എടുത്ത് നമ്മൾ കഴിച്ചിലാകുകയാണ്. ഇവിടെ ഐസ്ക്രീം കച്ചവടക്കാരുണ്ട്, അതുപോലെ തന്നെ പാർക്ക് ഉണ്ട് കേട്ടോ. മലയുടെ മുകളിൽ അവിടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പാർക്ക് ഐറ്റംസ് ഉണ്ട്. അപ്പൊ എല്ലാ ഭാഗമൊന്നും കാണിച്ചു തരുന്നില്ല. ഇതെങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടിക്കറ്റ് എടുക്കുന്നുണ്ടാ. വന്ന പെട്ടെന്ന് പോകാനൊന്നും പറ്റില്ല. ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഈ ഭാഗത്താണ് ടിക്കറ്റ് കാര്യങ്ങൾ, കൗണ്ടർ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വണ്ടികൾ പാർക്ക് ചെയ്യാനാണെങ്കിൽ താഴെ ഭാഗത്ത് സ്ഥലങ്ങളുണ്ട്. അപ്പൊ ചിൽഡ്രൻസ് ആണ്. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് ഇതാണോ, ഇതേപോലുള്ള കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് വെള്ളച്ചാട്ടം. ഇതിങ്ങനെ പോവുകയാണ്. ഒരുപാട് നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട്. പക്ഷെ നമുക്ക് സമയക്കുറവ് കൊണ്ട് മാത്രമാണ് കമ്മിയായി കാണിച്ചു തരുന്നത്. ഇവിടുന്ന് മെയിൻ റോഡിലേക്ക്, മെയിൻ റോഡ് പറഞ്ഞാൽ ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി മെയിൻ റോഡിലേക്ക് ഇവിടുന്ന് 600 മീറ്റർ ആണ് ദൂരം. 600-700 മീറ്റർ. അപ്പൊ നമ്മുടെ വീട്ടിലേക്കും ഇതുപോലെ തന്നെ 700 മീറ്റർ ആണ് ദൂരം. അപ്പൊ ഇതിന്റെയൊക്കെ ലൊക്കാലിറ്റിയിലാണ്. നല്ല ഏരിയയാണ്, എൻജോയ് ചെയ്യാൻ പറ്റിയ ഏരിയയാണ്. മക്കളായിട്ട് ഫാമിലി കുടുംബങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ഒന്ന് ഫുള്ളായിട്ട് കാണും. എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇതാണ് ഈ ടൂറിസ്റ്റ് ഏരിയയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പാലം. ഹലാക്കിൻ്റെ പാലാണ് കണ്ടോ. ഒരു നീളം മുതൽ ഒരു അറ്റം വരെ ഉണ്ട്. ഏത് സമയത്തും ഇവിടെ ആളുകൾ, കാരണം ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട്. മാത്രമല്ല നല്ല പ്രകൃതി ഭംഗിയുള്ള, നല്ല കണ്ടോ പച്ചപ്പുള്ള നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം. ഈ പാലത്തിൻ്റെ വലിപ്പം എത്രയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ സാധിക്കില്ല. അത്രയ്ക്കും നീളമുള്ള ഒരു പാലമാണ്. എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം. ഇതിൻ്റെ അടുത്ത് കണ്ടൊരു കുളം കണ്ടോ, ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന കുളം കണ്ടോ. എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം ഈ ഏരിയ. ഇനി അങ്ങോട്ടൊന്ന് നോക്കി എത്ര നീളമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഏരിയയിലാണ് നമ്മുടെ വീട് ഇന്ന് കാണുന്ന ഹോം സ്റ്റേ കേട്ടോ. നല്ല 2-3 റൂമൊക്കെ ഉള്ള നല്ലൊരു വീടാണ് കേട്ടോ. നല്ല പ്രകൃതി ഭംഗിയുള്ള, നല്ല പച്ചപ്പുള്ള, നല്ല എന്താണ് ഐശ്വര്യം. ഇതിൻ്റെ അടുത്താണ് കേട്ടോ, ഈ ടൂറിസ്റ്റ് ഏരിയയുടെ അടുത്താണ് നമുക്ക് ഇന്ന് കാണാനുള്ള പ്രോപ്പർട്ടി. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാം ഇൻഷാ അല്ലാഹ്. അവിടെ കണ്ടോ വാഹനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് യഥേഷ്ടം. നമുക്കിതാ ഈ കോൺക്രീറ്റ് റോഡ് അല്ലെങ്കിൽ ടാറിംഗ് റോഡിൽ നിന്ന് കറക്റ്റ് 50 മീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം കേട്ടോ. 12 അടി റോഡാണ്. ഈ 4 പുറം ചുറ്റോട് ചുറ്റും മതില്, ഗേറ്റ് കാര്യങ്ങൾ. ബാക്കിലേക്ക് ഒന്ന് നോക്കി, 2 ടാങ്കിന് വെള്ളം ഉണ്ട്. 2 ടാങ്കിന്റെ വെള്ളത്തിന്റെ ഒന്ന് താഴെ ഉണ്ട്, ഒന്ന് മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാൻ അനുയോജ്യമായ വീടാണ്. മാത്രമല്ല നല്ല വൃത്തിയുള്ള, നല്ല ഇതുള്ള, നല്ല ടൈൽസ് ഒക്കെ ഇട്ട് നല്ല എമാതിരി വീടായിട്ട് ഉള്ളൊന്ന് കണ്ടു നോക്കണം. അപ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പൊ ടൂറിസ്റ്റ് ഏരിയ ഇതിന്റെ അടുത്താണ് എക്കോ ടൂറിസം. വെറും 700 മീറ്റർ 750 മീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം. മാത്രമല്ല ഇത് നമുക്ക് ഹോം സ്റ്റേ ഒക്കെ കൊടുക്കാം. അതിന് പറ്റിയൊരു ഏരിയയാണ്. ഇതിന്റെ തൊട്ടടുത്തൊന്നും വീടുകളില്ല. ഒരു 50 മീറ്റർ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് വീടുകളുള്ളത് കേട്ടോ. ഇത് ഹോം സ്റ്റേക്ക് പറ്റിയതാണ്. അതുകൊണ്ടാണ് ഹബീബിങ്ങളെ പറയുന്നത്. ഇത് ഗൾഫുകാർ, പ്രവാസികൾ, സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ടൂറിസ്റ്റ് ഏരിയയിൽ വന്നിട്ട് ചെറിയൊരു വിലയ്ക്ക് വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് വാങ്ങിയിടാം. കാരണം 3-4 ആൾക്ക് പാർട്ട്ണറായി വാങ്ങിയിടാം. ഒരു 3 ലക്ഷം റുപ്യ മുടക്കി കഴിഞ്ഞാൽ ഒരു 4 ആൾക്ക് ഷെയർ കൂടിയിട്ട് ഇത് വാങ്ങാം. നിങ്ങൾ ആരാണോ ലീവിന് നാട്ടിൽ വരുന്നത് അവർക്ക് ഇവിടെ എൻജോയ് ചെയ്യാം. കാരണം ടൂറിസ്റ്റ് ഏരിയയാണ്. ഹലോ, കുട്ടികളും മക്കളും ഫാമിലിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ വരാം. 11 സെന്റ് സ്ഥലമുണ്ട്. മൊത്തം 11 സെന്റ് സ്ഥലമുണ്ട്.
അപ്പം നമുക്കിത് ഇങ്ങനെ വീടിൻ്റെ ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമ്മൾ കമ്പി വേലി കെട്ടിയിരിക്കുന്നത്. ഫ്രണ്ടിൽ മതിലുണ്ട് ഇവിടെ ഈ ഭാഗത്ത്, ആ 2 സൈഡ് മതിലുണ്ട്, ബാക്കിലും ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇതിന്മേൽ ലൈറ്റൊക്കെ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്താണ്. കാരണം എന്താ പറയുക, വൈകുന്നേരം സമയത്ത് ഇരിക്കുമ്പോൾ നല്ലൊരു എൻജോയ് കിട്ടും. ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്താണ്. നല്ല രാത്രിയൊക്കെ ഇത് വീഡിയോ എടുക്കുകയാണെങ്കിൽ നല്ല അലങ്കാര വസ്തുവായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് കാണാം, ഇവിടെ അതുപോലെ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് അല്ലേ. വന്നിട്ട് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ട് രാത്രി കാണാൻ നല്ല അലങ്കാരത്തോടെ ചെയ്യാറുണ്ട്. മാത്രമല്ല ഇവിടെ വരുന്ന ആളുകൾക്ക് കോഴി ചൂടണം, അൽഫാം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ സ്ഥലമുണ്ട് കേട്ടോ. ആട് കോഴിയൊക്കെ ചുട്ടിട്ട് ഈ പാറപ്പുറത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ചൂടാനൊക്കെ ഉള്ള നല്ല ഇതുണ്ട് കേട്ടോ. അൽഫാം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് സെപ്പറേറ്റ് ആയിട്ട് ഈ സ്ഥലത്തുണ്ട്. ഇത് നമ്മുടെ അളവിൽ പെട്ടതല്ല, എക്സ്ട്രാ ഉള്ള സ്ഥലമാണ് കേട്ടോ. അളവിൽ 11 സെൻറ്റാണ്. ഇത് നമുക്ക് എക്സ്ട്രാ ആണ് ഈ കാണുന്ന പാറ അല്ലേ, ഈ ഭാഗത്ത് ഇരുന്നിട്ട്. അപ്പോൾ 4 പുറം വീടുകളൊന്നും നിങ്ങൾ നോക്കിയാൽ കാണില്ല, അതായി പറയുന്നത്. ഒരു 50 മീറ്റർ അപ്പുറത്താണെങ്കിൽ വീടുകൾ ഇഷ്ടം പോലെ, 100 മീറ്റർ അപ്പുറത്ത് ബസ് റൂട്ട്. അപ്പോൾ ഇതാണ് പറയുന്നത്. ഇതൊക്കെ അൽഫാമിലെ കോഴിനെയൊക്കെ കൊടുത്ത് ചുടുകയോ പൊരിക്കുകയോ മന്തിയോ എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇനി ഈ ഭാഗത്തുകൂടെ നമുക്ക് വരാം. ഈ ഭാഗത്തു കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ലൈറ്റുകൾ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. വയറ് പോകണമെങ്കിൽ ഇതൊക്കെ രാത്രി ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്നുണ്ടല്ലോ, എന്തായിരിക്കും രസം അറിയങ്ങൾ അല്ലേ. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഇവിടെ സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ 4 സൈഡും നല്ല വിസ്താരമായ സ്ഥലമുണ്ട്. പിന്നെ വീട് നല്ല സ്ട്രോങ് ആണ് കേട്ടോ. നല്ല സ്ട്രോങ് പറഞ്ഞാൽ 1.5 സ്ട്രോങ് ആണ് അല്ലേ. ഇവിടെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടാണ് കെട്ടിണ്ടാക്കിയത് അല്ലേ. ഇവിടെ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യമാണ് പറയാനുള്ളത്. പൈപ്പ് ലൈൻ വെള്ളമാണ്. ഈ പൈപ്പ് ലൈൻ വെള്ളം സൗകര്യമുണ്ട് അല്ലേ. ഇതിൽ മോട്ടർ വെച്ചിട്ട് മോട്ടർ വെച്ചിട്ട് മേലേക്ക് ടാങ്കിലേക്ക് അടിക്കുന്ന ഒരു സംവിധാനം കൂടെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ വെള്ളം വരുമ്പോൾ ഇതിന്ന് മോട്ടറൊക്കെ ടാങ്കിലേക്ക് അങ്ങോട്ട് അടിക്കാം. ഈ ടാങ്ക് ഫുള്ളാവും വെള്ളം വന്നു കഴിഞ്ഞാൽ അല്ലേ. വേറെ കോയൽ കിണറോ സംവിധാനങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് 2 ടാങ്ക് 1-ാം നമ്പർ സ്ട്രോങ് ഉള്ളത് അല്ലേ. അത് വീണ്ടും ഇപ്പോൾ എക്വാഷന്ന് കാണിച്ചു കൊടുത്താൽ ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകളെ ഈ വീടൊന്ന് കാണി കേട്ടോ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ വീട് കാണി. എന്താ അതിൻ്റെ മോഡൽ, എന്താ അതിൻ്റെ 4 പുറമുള്ള സെറ്റപ്പ് കാര്യങ്ങൾ. നല്ലൊരു മൈതാനം പോലുള്ള സ്ഥലം. ആ മിറ്റം കണ്ടില്ലേ, എന്തൊരു ഐശ്വര്യമാണ്. നല്ല മിറ്റം, കുട്ടികൾക്കൊക്കെ കളിക്കാൻ, വൈകുന്നേരം സമയത്ത് കളിക്കാൻ. കാരണം ഒരു 3-4 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്കൊരു എൻജോയ് ആണ്. മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ തൊട്ടടുത്ത് 700-750 മീറ്റർ ചുറ്റളവിലാണ് നമുക്ക് എക്കോ ടൂറിസം. ആ എക്കോ ടൂറിസത്തിൻ്റെ അവിടെ തന്നെ നമുക്ക് ഒരുപാട് കുട്ടികൾക്ക് സമയം ചെലവഴിക്കാനുള്ള ഓരോന്നും ഉണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞതാ. നല്ല ടൈൽസ് ഒക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ കണ്ടില്ലേ. ചുമരാണെങ്കിൽ സൂപ്പർ ചുമരാണ്, നല്ല വെട്ടുകല്ല് കൊണ്ടുള്ള ചുമരാണ് കേട്ടോ. വരുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എൽ ഷേപ്പ് മോഡലാണ് ഹാള് കണ്ടില്ലേ. എൽ ഷേപ്പ് മോഡൽ നല്ലൊരു ഹാള്. അത്യാവശ്യം ഒരു പഴയ തറവാടി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു പഴയ തറവാടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇരുമ്പ് കഴുക്കോല് കാണിച്ചു കൊടുത്താൽ മുകളിലൊക്കെ ഇരുമ്പ് കഴുക്കോല് പട്ടികയാണ്. എല്ലാം ഫുള്ള് കാണിച്ചു കൊടുക്കും. ആളുകൾ വിചാരിക്കും മരത്തിൻ്റെ ആണെന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വരാന്ത, നല്ല നീളത്തിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു വരാന്തയാണ് കേട്ടോ. വീതി കുറവാണെങ്കിലും നീളം കൂടുതലാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ബെഡ്റൂം കാണിച്ചാൽ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള നല്ല തട്ടൊക്കെയുള്ള അല്ലേ. ഇവിടെ നോക്കി ആ ബെഡ്റൂം കാണിച്ചു കൊടുത്താൽ ആ ഫുള്ള് കാണിച്ചു കൊടുക്കും. വലിയൊരു ബെഡ്റൂമാണ്, ഹലാക്കിൻ്റെ ബെഡ്റൂം, അറ്റാച്ച് ബാത്റൂമോട് കൂടി കണ്ടില്ലേ. അപ്പൊ നല്ല സൗകര്യത്തിലുള്ള നല്ലൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കാണുന്നത്. അറ്റാച്ച് ബാത്റൂം, കോമൺ. ആ ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ വരേണ്ടത് ഈ ഭാഗത്ത് നമുക്ക് റൂമുണ്ട്. ഈ ഭാഗത്ത് ഇവിടെ ഒരു റൂമുണ്ട്. ഇത് ഡൈനിങ് ഹാളായിട്ട് വേണോ എങ്ങനെ വേണമെങ്കിലും ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത്രയും സൗകര്യമാണ്. ഒരു ബെഡ്റൂമായിട്ട് തന്നെ ഉപയോഗിക്കാം, യാതൊരു സംശയമില്ല. ഇനി ഇതിന്റെ അപ്പുറത്ത് കണ്ടില്ലേ, നമുക്ക് ഇവിടെ കിച്ചനൊക്കെ ടൈൽസ് ഇട്ടിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു റൂമുണ്ട് കേട്ടോ. എൻ്റെ അഭിപ്രായം കാണണം. ഇവിടെ ഒരു റൂമുണ്ട്, അതും ടൈൽസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. ഇവിടെ ഒരു റൂമുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് വരാനുള്ള ഒരു എൻട്രൻസ് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു അമ്മി ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കി നല്ല മിറ്റം.
ഇനി നമുക്ക് മുകളിൽ വലിയൊരു ഹാളുണ്ട്, അതും കൂടെ ഒന്ന് കാണാം. അപ്പതാ ഇങ്ങനെ മുകളിലേക്കാണ് കയറുക. എന്താ സെറ്റപ്പ് അല്ലേ! ഇവിടെയും ടൈൽസ് ഇട്ടിട്ട് വലിയൊരു ഹാള് കേട്ടോ. പല കഥ എഴുതുന്ന ആളുകളോ മറ്റു നോവലേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരുന്ന് എഴുതാനുള്ള സംവിധാനം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ആ ഗ്ലാസിന്റെ ജനല്, അതുപോലെ തന്നെ ഇരുമ്പിന്റെ കഴുക്കോല് പട്ടിക്ക് ഫുള്ളായിട്ട് ഇട്ടാ. ഈ ജനലിൽ കൂടെ പുറം ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്താ നല്ല ഹെയർ കിട്ടുന്ന സ്ഥലമാണ്. അവന്റെ പ്രിയപ്പെട്ട ഹബീബികൾ ഇതിന്റെ എല്ലാ ഭാഗവും കാണൽ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ, നല്ല സൗകര്യമുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇത് കാണൽ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ പെരുന്നാൾ പ്രമാണിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഞാൻ പിന്നെ എൻ്റെ ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെയും കുടുംബത്തിന്റെയും മറ്റുള്ളതിന്റെ എല്ലാതിൻ്റെയും പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ് ഇതിൽ കൂടെ. അപ്പൊ എല്ലാവരെയും ഒരു പെരുന്നാൾ സന്ദേശം എല്ലാ എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ, അതുപോലെ മറ്റു പല രാജ്യങ്ങളിലുള്ള പല ഹബീബിങ്ങളുണ്ട്, എല്ലാവർക്കും പെരുന്നാൾ ആശംസകളാണ്. വലിയ പെരുന്നാളിന്റെ ആശംസകൾ അറിയിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ വലിയ പെരുന്നാൾ പ്രമാണിച്ച് വലിയ പെരുന്നാളിന്റെ ദിവസമാണ് ഈ വീഡിയോ വരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ 11 സെന്റ് സ്ഥലം കേട്ടോ, അതുപോലെ ഈ വീട് എല്ലാവർക്കും വന്നവന് ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരു ചതല് വരും അല്ലെങ്കിൽ മറ്റുള്ള മാറാല തട്ടണ്ട, ഒന്നും ചെയ്യേണ്ട. ഇരുമ്പിന്റെ കഴിപ്പോലും പട്ടികയായിട്ട് നല്ല വൃത്തിയിലും നല്ല ഭംഗിയിലും കൊണ്ടു നടക്കുന്ന ഒരു വീടാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ അധികം പഴക്കമില്ലാതെ നല്ല ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ എന്റെ ഹബീബിങ്ങളോട് പറയാനുള്ളത്, ഇത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എന്റെ പ്രവാസി സുഹൃത്തുക്കൾ ഉണ്ടാവും, അവർക്ക് 3, 4, 5 പേർക്ക് കുറേശ്ശെ കാശ് എടുത്തു കഴിഞ്ഞാൽ കേട്ടോ, ഒരു 2.5 ലക്ഷം റുപ്യ എടുത്തു കഴിഞ്ഞാൽ 5 ആൾ കൂടി വാങ്ങിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്താ അറിയോ, ലീവിന് വരുന്ന സമയത്ത് നല്ല എൻജോയ്മെന്റ്, നല്ല ഏരിയ, നല്ല ക്ലൈമറ്റ് ഉള്ള ഏരിയ, നല്ല ടൂറിസ്റ്റ് ഏരിയ. കാരണം ഇവിടെ ഏത് സമയത്തും ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലങ്ങളാണ്. ഒരുപാട് ഒട്ടനവധി സിനിമകൾ നടന്ന ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഈ ഏരിയ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയാനുള്ളത്, ഇത് മെയിൻ ബസ് റൂട്ട് പറഞ്ഞാൽ 5 മിനിറ്റിന് ബസ് റൂട്ടാ. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി, വെള്ളുവനാടിന്റെ ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡിൽ നിന്ന് കിഴൂർ റോഡിൽ നിന്ന് 1.5 കിലോമീറ്റർ ആണ് നമ്മുടെ ഇവിടേക്കുള്ള ദൂരം. സാധാ ഒരു ബസ് റൂട്ടുണ്ട്, അവിടെ ഇടയ്ക്കിടയ്ക്ക് ബസ്സുള്ള സ്ഥലം തന്നെയാണ്. അവിടെ നിന്നാണെങ്കിലോ നമുക്ക് ആകെ ഒരു 150 മീറ്റർ ആണ് ദൂരം. എല്ലാ വണ്ടിക്കും വരാം, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പള്ളി മദ്രസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്താണ് പള്ളി. പിന്നെ ഇതിന്റെ 3/4 കിലോമീറ്റർ അപ്പുറത്തെ ടൂറിസ്റ്റ് ഏരിയന്റെ അവിടെ ഒരു പള്ളിയുണ്ട്, അത് ഇവിടുന്ന് 3/4 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ അമ്പലം, ഇവിടെ കിഴൂര് അമ്പലമുണ്ട്, അത് ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്താണ്. അങ്ങനെ സൗകര്യങ്ങൾ ഏറെയുണ്ട്. എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാനും പറ്റിയ ഏരിയയാണ്. ഇതിന് തൊട്ട് വീടുകളില്ല. കാരണം ചിലർ ചോദിക്കും എന്താ അടുത്ത വീടൊന്നും ഇല്ല. ഒരു 50 മീറ്റർ അപ്പുറത്താണ് നമുക്ക് ഈ വീടുകളുള്ളത്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, ഇതൊക്കെ എന്തിനാ പറ്റാന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു വീട് എപ്പോഴും മക്കളും കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഫാമിലി ആയിട്ട് നല്ലൊരു ടൈം എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ ഹബീബിങ്ങൾക്ക് പറ്റുന്നതാണ്. ഇതൊക്കെ ലൈറ്റ് ഒക്കെ അറേഞ്ച്മെന്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ രാത്രി ലൈറ്റ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ, അല്ല പകൽ ലൈറ്റ് ഇട്ടിട്ട് നമുക്ക് കാര്യമില്ല. രാത്രിയൊക്കെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല തിളക്കുള്ള സ്ഥലമാണ്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഫാമിലിയിൽ ഇതേപോലെ അന്വേഷിച്ച് നടക്കുന്ന ആളുകളുണ്ടാവും. ഇങ്ങനത്തെ വീടുകൾ, ഇങ്ങനത്തെ സ്ഥലങ്ങൾ, ഇങ്ങനത്തെ ഏരിയകൾ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് ചിലപ്പോൾ ഫോറിനേഴ്സാണ് വാങ്ങുക, പുറത്തുള്ളവർ UK മറ്റുള്ള ഏരിയകളിലുള്ള ആളുകൾ, പ്രവാസികളൊക്കെയാണ് കൂടുതലും നമ്മളൊക്കെ ഒന്ന് വാങ്ങാറുള്ളത്. ഒരു രൂപയുടെ പണി പോലും നിങ്ങൾക്ക് ഈ വീട്ടിന്റെ ഉള്ളിലില്ല, എല്ലാം ഫിനിഷിങ് വർക്കാണ് കേട്ടോ. വരുന്നവന് വരാൻ താമസിക്കുക. വെള്ള സൗകര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 2 ടാങ്ക് വെള്ളമുണ്ട്, പൈപ്പ് ലൈനാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് എൻ്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബികളും ഇത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പുകളിൽ എത്തിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുല്ലുക്കും മഹസ്സലാമ.